ഇടിക്ക് വേഗം വെച്ചോ എന്ന ചോദ്യത്തിന് ഇടിക്ക് വേഗം വെക്കുന്നു. അതിൽ രാഷ്ട്രീയ വേഗമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ തന്നെ അടുത്ത നീക്കം എന്തായിരിക്കും? മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണോ എത്തുക? എന്തോ ഒരു നീക്കം വരാനിരിക്കുന്നു എന്നുള്ള തോന്നൽ CPM-നുമുണ്ട്. ആ രൂപത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക നീക്കമായി തന്നെ അതിനെ വിലയിരുത്തണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പോലെ തന്നെ കേരളത്തിലും ആ രൂപത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു കേസുണ്ട്. പക്ഷേ ആ കേസിന് പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രം വേഗം വെക്കുകയും പ്രത്യേക ഘട്ടങ്ങളിൽ പതുക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വർണ്ണക്കടത്തിലും കണ്ടതാണ്. നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്നുള്ളത് പലതവണ വായിച്ചതാണ്. കുരുക്ക് എന്നുള്ള കാര്യം നമ്മൾ പലതവണ വായിച്ചതാണ്. പക്ഷേ ആ കുരുക്കൊക്കെ പിന്നീട് എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലും കരുവന്നൂരിനേക്കാൾ വേഗം ഈ CMR കേസിനുണ്ട്. ഇപ്പോൾ കർത്തയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടിക്ക് മുന്നിൽ ഹാജരാകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി എന്ന് ചോദ്യം ചെയ്യും. അവിടെ നിന്ന് പ്രത്യേക രേഖകൾ കണ്ടെത്തിയെന്നുമാണ് പറയുന്നത്. ഒരു ചോദ്യം ചെയ്യലിന് നിൽക്കുന്ന ഒരു ആൾ വീട്ടിൽ രേഖകൾ സൂക്ഷിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ എയറിൽ നിർത്തുക ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളത് പ്രത്യേക രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഇതിപ്പോൾ 9 ദിവസമാണ് ഉള്ളത്. ഈ 9 ദിവസത്തിനിടയ്ക്ക് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, ഞാൻ ഈ കേസിനപ്പുറത്ത് ഇപ്പോഴത്തെ ഈ EDയുടെ വേഗതയുടെ രാഷ്ട്രീയമാണ്. Meet the editors.